ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന ഒന്നാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്നത്. ഒരു വ്യക്തിക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണിത്. മിക്കവാറും സാധാരണക്കാരെ പോലെ തന്നെയുള്ള ബുദ്ധിശക്തി ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പ്രധാനമായും 3 തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് ഉള്ളത്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എന്നിവയാണവ. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വാക്കുകൾ തിരിച്ചറിയാനും വായിക്കാനും കൂടുതൽ സമയമെടുക്കുന്നതും വാക്കുകൾ തെറ്റായി വായിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലുള്ള കൈയക്ഷരം, അക്ഷരത്തെറ്റുകൾ, ആശയങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത ലേണിംഗ് ഡിസബിലിറ്റിയായ ഡിസ്കാൽക്കുലി എന്താണെന്ന് നോക്കാം. സംഖ്യകളെ കുറിച്ചും കണക്കുകളെ കുറിച്ചും ഒക്കെ നല്ല ധാരണയില്ലാത്ത അവസ്ഥയാണിത്. സമയം കൃത്യമായി നോക്കി പറയാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ബാക്കി കൃത്യമായി മനസ്സിലാക്കി വാങ്ങാനും തനിയെ റോഡ് മുറിച്ച് കടക്കാൻ വരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണിവർ. നമ്മൾ ഇപ്പോൾ കണ്ട 3 തരം പഠന വൈകല്യങ്ങൾക്കും അനുബന്ധമായി പലതരത്തിലുള്ള വൈകല്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇവ ഓരോന്നിന്റെയും കീഴിൽ ഏതെല്ലാം തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഡിസ്ലെക്സിയയുടെ കാര്യത്തിൽ ഡിസ്ഫോണറ്റിക് അല്ലെങ്കിൽ ഓഡിറ്ററി ഡിസ്ലെക്സിയ എന്ന തരത്തിലുള്ള പഠന വൈകല്യമുണ്ട്. ഇത്തരത്തിലുള്ളവർക്ക് അക്ഷരങ്ങളുടെയും വാചകങ്ങളുടെയും ശബ്ദങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അവയെ ലിഖിത രൂപങ്ങളുമായി പൊരുത്തപ്പെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി സർഫേസ് ഡിസ്ലെക്സിയ ഓർ വിഷ്വൽ ഡിസ്ലെക്സിയ എന്താണെന്ന് നോക്കാം. തലച്ചോറിലെ ദൃശ്യ സംസ്കരണത്തിലെ ബുദ്ധിമുട്ടുകൾ മൂലമുണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾ ആണിത്. വാക്കുകൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ വാക്കുകൾ പഠിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവ് ഇക്കൂട്ടർക്ക് കുറവായിരിക്കും. അടുത്തതായി നമുക്ക് റാപ്പിഡ് നെയിമിംഗ് ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കാം. ഒരു അക്ഷരത്തെയോ സംഖ്യയെയോ നിറത്തെയോ വേഗത്തിൽ തിരിച്ചറിയാനോ അതിന്റെ പേരറിയാനോ പറ്റാത്ത അവസ്ഥയാണിത്. പ്രോസസ്സിംഗ് വേഗത കുറവായതിനാൽ അതിന്റെ പേര് തിരിച്ചറിയാൻ സമയമെടുക്കും. നാലാമതായി നമുക്ക് ഡബിൾ ഡെഫിസിറ്റ് ഡിസ്ലെക്സിയ എന്താണെന്ന് നോക്കാം. ഓഡിറ്ററി ഡിസ്ലെക്സിയയുടെയും റാപ്പിഡ് നെയിമിംഗ് ഡിസ്ലെക്സിയയുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഇതെന്ന് പറയാം. സ്വരത്തെ തിരിച്ചറിയാൻ പറ്റാത്തതിനൊപ്പം വാക്കുകളും അക്ഷരങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കൂടിയാണിത്. അടുത്തതായി നമുക്ക് ഡിസ്ഗ്രാഫിയയുടെ സബ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, മോട്ടോർ ഡിസ്ഗ്രാഫിയ, അതുപോലെ സ്പേഷ്യൽ ഡിസ്ഗ്രാഫിയ, ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയ, ലെക്സിക്കൽ ഡിസ്ഗ്രാഫിയ എന്നിവയാണവ. നമുക്ക് ഇനി ഓരോന്നായി നോക്കാം. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് തെറ്റായി എഴുതുക, ഒട്ടും വൃത്തിയില്ലാതെ ഒന്നും മനസ്സിലാവാത്ത വിധത്തിൽ എഴുതുക എന്നതൊക്കെയാണ്. ഇനി നമുക്ക് മോട്ടോർ ഡിസ്ഗ്രാഫിയ എന്താണെന്ന് നോക്കാം. പെൻസിൽ പിടിക്കുന്നതിലും എഴുതുന്നതിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മൂന്നാമതായി സ്പേഷ്യൽ ഡിസ്ഗ്രാഫിയാണ്. ഇത് അക്ഷരങ്ങളും വാക്കുകളും തമ്മിലുള്ള അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ തമ്മിലുള്ള ആ ഒരു സ്പേഷ്യൽ അവയർനെസ് ഇല്ലാതിരിക്കുക, അകലം മനസ്സിലാവാതെ ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണിത്. നാലാമതായി വരുന്നത് ഫോണോളജിക്കൽ ഡിസ്ഗ്രാഫിയാണ്. വാക്കുകൾ ഉച്ചരിക്കുന്നതിലും എഴുതുന്നതിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വാക്കുകളുടെ ശബ്ദങ്ങൾ മനസ്സിലാക്കി എഴുതാനുള്ള ബുദ്ധിമുട്ടും ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഡിജിറ്റ്സ്, അതായത് അക്കങ്ങൾ എഴുതുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അഞ്ചാമതായി നമ്മൾ കാണുന്നത് ലെക്സിക്കൽ ഡിസ്ഗ്രാഫിയാണ്. വാക്കുകൾ അക്ഷരമക്ഷരമായി എഴുതുന്നതിലോ വാക്കുകൾ ചിത്രീകരിക്കുന്നതിലോ ഉള്ള ബുദ്ധിമുട്ടാണ് ലെക്സിക്കൽ ഡിസ്ഗ്രാഫിയ. ഇനി നമുക്ക് ഡിസ്കാൽക്കുലിയയുടെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് വെർബൽ ഡിസ്കാൽക്കുലിയാണ്. മാത്തമാറ്റിക്കൽ ലാംഗ്വേജസ് മനസ്സിലാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള ഡിഫിക്കൽറ്റിയാണിത്. അടുത്തതായി ലെക്സിക്കൽ ഡിസ്കാൽക്കുലിയ എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക്കൽ സിംബൽസ്, നമ്പേഴ്സ് ഒക്കെ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഉള്ള ഡിഫിക്കൽറ്റിയാണ് ലെക്സിക്കൽ ഡിസ്കാൽക്കുലിയ. അടുത്തതായി ഗ്രാഫിക്കൽ ഡിസ്കാൽക്കുലിയാണ്. മാത്തമാറ്റിക്കൽ സിംബൽസ് എഴുതുന്നതിനുള്ള ബുദ്ധിമുട്ടാണിത്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഐഡിയോഗ്നോസ്റ്റിക്കൽ ഡിസ്കാൽക്കുലിയാണ്. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സും അതിന്റെ റിലേഷൻഷിപ്സ് ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണിത്. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഡിസ്കാൽക്കുലിയ.
ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് ഓപ്പറേഷണൽ ഡിസ്കാൽക്കുലിയ. ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നും അതിന്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പൊ എല്ലാവർക്കും നന്നായി മനസ്സിലായി, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.